IPLന്റെ 18ാം സീസൺ ആവേശകരമായാണ് പുരോഗമിക്കുന്നത്. ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ തുടക്കം പ്രതീക്ഷിച്ച പോലെയല്ല. ആദ്യത്തെ 3 മത്സരത്തിൽ 2 മത്സരത്തിലും രാജസ്ഥാൻ തോറ്റു. എന്നാൽ 4ാം മത്സരത്തിൽ സഞ്ജു സാംസൺ നായകനായതോടെ രാജസ്ഥാൻ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഇത്തവണത്തെ സീസൺ സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. T20 ലോകകപ്പാണ് വരാനിരിക്കുന്നത്. സഞ്ജു സാംസൺ നിലവിൽ T20 ടീമിന്റെ ഓപ്പണറാണ്. എന്നാൽ ലോകകപ്പ് ടീമിൽ സഞ്ജുവിന് സീറ്റ് ഉറപ്പുണ്ട് എന്ന് പറയാനാകില്ല. എന്നാൽ സഞ്ജുവിന് T20 ലോകകപ്പ് ടീമിൽ സീറ്റ് ഉറപ്പിക്കാനും നായകസ്ഥാനത്തേക്ക് ഉയരാനും ഇത്തവണത്തെ IPLൽ മിന്നിക്കേണ്ടത് അത്യാവശ്യമാണ്. ബാറ്ററായി മാത്രമല്ല ക്യാപ്റ്റൻ എന്ന നിലയിലും ശോഭിക്കേണ്ടതുണ്ട് സഞ്ജുവിന്. ഇത്തവണ രാജസ്ഥാൻ റോയൽസിനെ കപ്പിലേക്ക് എത്തിക്കാനായാൽ സഞ്ജു സാംസൺ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി വരെ ഉയരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനെ വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിനോടകം നായകനായി IPLൽ മികവ് കാട്ടിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് സഞ്ജുവിന് വിളി എത്തിയിട്ടില്ല. എന്നാൽ അതിനുള്ള ഒരു സുവർണാവസരമാണ് മുന്നിലുള്ളത് എന്ന് പറയാം. നായകൻ എന്ന നിലയിൽ വളരെ പക്വതയോടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജു സാംസണിന് സാധിക്കുന്നുണ്ട്. ഇതിനോടകം പ്രകടനം കൊണ്ട് സഞ്ജു അത് തെളിയിച്ചിട്ടുമുണ്ട്. ഇത്തവണ സഞ്ജു നായകനായി തിരിച്ചെത്തിയ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കാൻ രാജസ്ഥാന് സാധിച്ചിട്ടുമുണ്ട്. സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലും ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. ഇത്തവണ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിച്ചാൽ സഞ്ജുവിന് ലഭിക്കുന്ന പിന്തുണയും ഉയരുമെന്ന് ഉറപ്പാണ്. രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിച്ചാൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ നായക സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.